നല്ല സിനിമയായിരുന്നു. കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എല്ലാവരും തമ്മിൽ. ശരിക്കും ഫ്രണ്ട്സ് സംസാരിക്കുന്ന പോലെയും ബിഹേവ് ചെയ്യുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. നല്ല രസമായിരുന്നു, ഇഷ്ടപ്പെട്ടു. ഒരു സ്ക്രിപ്റ്റ് ആണല്ലോ, അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കോമഡിയൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്ത കോമഡി ഒക്കെ ആയിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ കോമഡി സീനൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പൊ ദീപയാണെങ്കിലും രമേശ് ചെരടിയാണെങ്കിലും ഇവരൊക്കെ നമ്മള് അല്ലാതെ ചിരിപ്പിക്കുന്ന ആൾക്കാരാണ്. ഒരുമിച്ചൊരു കോമ്പിനേഷൻ അതാ പറഞ്ഞത്. അത് അഭിനയിക്കുന്ന പോലെ അങ്ങനെ ഒരു തോന്നിയില്ല. ശരിക്കും ഫ്രണ്ട്സിന്റെ ഇടയിൽ അവർ ബിഹേവ് ചെയ്യുമ്പോ വരുന്ന കോമഡി പോലെയും ഒക്കെയാണ് തോന്നിയത്. മൊത്തത്തിൽ നല്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഫ്രണ്ട്സിന്റെ ഒരു രാത്രിയിൽ സംഭവിക്കുന്ന, ഫ്രണ്ട്സിന്റെ ഇടയിൽ സംഭവിക്കുന്ന, ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെ തുടർന്ന് ഉണ്ടാവുന്ന ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റ് ആണ്. പക്ഷെ എന്തായാലും കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ട് അവരുടെ ലൈഫ് നന്നായിട്ട് പോകും. ഒരു ചെറിയ മൂവി സന്തോഷമായിട്ട് കണ്ട് ഇരിക്കാവുന്ന മൂവി. ധ്യാനിച്ച ആ ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റും ഡയറക്ഷനും ഒക്കെ നമ്മളെ ബോറടിപ്പിക്കാതെ കണ്ടില്ല. അത്രയോ അതായത് വലിയൊരു മൂവി അങ്ങനെയൊന്നുമല്ല. അവര് കുറച്ചു നേരം ഒന്ന് തമാശയായിട്ട് സന്തോഷമായിട്ട് അതിനെ കണ്ടുപോകാം. ആൾക്കാർ എന്ത് റിവ്യൂസ് അതെ കൂടുതൽ കാര്യങ്ങൾ നായകോട് കുറെ സംസാരിച്ചു. ഇവരാണെങ്കിൽ പ്രൊമോഷൻസിന് വരാതെ മുങ്ങിയെടുക്കുക പിടിച്ചോ. കാരണം ഇപ്പൊ നടക്കുന്ന ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു കഥ, ഒരു ഇതിലിപ്പോ പെടുന്നതും കേസിൽ പോയി പെടുന്നതും നല്ലൊരു ചിത്രമാണ്. അതിൽ നല്ല രസമായിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ധൈര്യപൂർവ്വം ഒന്ന് കാണാൻ പറ്റിയൊരു സിനിമ. പടം നല്ല പടം. അവിടെ ഇപ്പോ ഇറങ്ങി വന്ന നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ അനിയന്റെ പടം നല്ല തമാശ, ചിരിക്കാനുണ്ട്. സിനിമ തുടങ്ങുന്ന വരെ ചിരിക്കാനുണ്ട്. ഒരു ശ്രീ പറ്റിന്റെ ഒരു ഇതൊന്നും നന്നായിട്ട് നല്ലുണ്ട്. ധ്യാനം കൂടുതൽ ചെയ്യാൻ വേറെ കുറെ ആൾക്കാരുണ്ട്. പിച്ചാരുടെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാൻ ഈ സിനിമ പൊട്ടില്ല എന്നുള്ളൊരു അല്ല, അതുപോലെ തന്നെ നല്ല ഫാമിലി ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. നന്നായിട്ട് ചെയ്തു, നന്നായിട്ട്. കാരണം എല്ലാവരും ആ സ്റ്റേഷൻ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഹ്യൂമർ കൂടുതലായിരുന്നു. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ചെയ്തു. മൂവി ഫണ്ടാസ്റ്റിക് മൂവി ആയിരുന്നു. ചിരിക്കാനുണ്ട്. ധ്യാനം നന്നായിട്ടുണ്ട്. ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാം ദർശൻ, ജീവ എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ ശ്രീനിവാസൻ സാറിന്റെ ഒരു തിരിച്ചുവരവാണ്. നമുക്കൊരു ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയതിന്റെ സന്തോഷമുണ്ട്. ഏതാ അത്യാവശ്യം നല്ലൊരു റോളുണ്ട്. ഒരു സർപ്രൈസ്, സാറിന്റെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു ബ്ലിസ്ഫുൾ, നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ മൂവി വെരി ഗുഡ്. താങ്ക് യു.